ഹലോ കൂട്ടുകാരെ, നല്ല തണുപ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ ഇങ്ങനെ സൂര്യൻ വന്ന് ഒന്ന് നമ്മളെയൊക്കെ കണ്ടിട്ട് പോകുന്നത് വളരെ വിരളമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പുള്ളി വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ പുറത്തൊക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഷെഡ് ഇന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തം സാധനങ്ങൾ ഞങ്ങളൊന്ന് വെളിയിൽ ഇറക്കി വെച്ചിട്ട് മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെ അച്ചാച്ചൻ അതിൻ്റെ അകത്ത് കുറച്ച് അധികം പണികളൊക്കെ വേറെ ചെയ്യാനുണ്ടായിരുന്നു. അതും എല്ലാം റെഡിയാക്കി നമ്മൾ സാധനങ്ങളെല്ലാം തിരിച്ച് അതാത് സ്ഥാനങ്ങളിൽ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് വീടിൻ്റെ അകത്തും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ കിച്ചണിലാണ് നമ്മളുടെ പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാപ്പിയൊക്കെ കുടിക്കാനെ കൊണ്ട് അകത്ത് കയറി. എന്നെ കണ്ട പാടെ തന്നെ പൂച്ചപ്പെണ്ണ് വന്ന് എൻ്റെ മടിയിൽ കയറി ഇരിപ്പുണ്ട്. പിന്നിപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അടുക്കള ഈ ഡൈനിങ് ടേബിളാണ്. എല്ലാ സാധനങ്ങളും നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. പണികൾ ഇന്ന് തീരും നാളെ തീരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പുള്ളി നമ്മളോട് പറഞ്ഞത് 2 ദിവസത്തെ പണിയും കൂടെ കാണുമെന്നാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങളിപ്പം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് വൈകിപ്പോയെങ്കിലും ഞങ്ങൾ നേരെ സ്കൂളിലേക്കിനാണ് എത്തിയത്. പിള്ളേരെ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് പ്രോഗ്രാമാണ്. ഇന്നുകൊണ്ട് സ്കൂൾ അടയ്ക്കുകയാണ്. ഇനി ഒരു ആഴ്ചത്തേക്കിന് ക്രിസ്മസ് വെക്കേഷനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സ്കൂളിലെത്തി. കുറച്ച് നമ്മൾ ലേറ്റ് ആയെങ്കിലും പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റി. ഒരു മണിക്കൂർ 1.5 മണിക്കൂറത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ റിഫ്രഷ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെയും കൂടെ കൂട്ടി നമുക്ക് വീട്ടിൽ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ സ്കൂൾ ക്ലോസ് ചെയ്യാണ്ട് ഇവർക്കിപ്പോൾ നമ്മളുടെ കൂടെ വരണ്ട, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കളിച്ച് സ്കൂൾ ബസ്സിന് തന്നെ എത്തിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും നമ്മളുടെ ഹെൽപ്പർ അപ്പച്ചനെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ കിച്ചൻ്റെ സ്ലാബൊക്കെ ഇളക്കിയത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അടുപ്പിൽ വെക്കാൻ പാകത്തിലാക്കി തന്നിട്ടുണ്ട്. നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഈ പെട്ടി ഓട്ടോറിക്ഷയിലും ജീപ്പിലും ഒക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ മീനും ഒക്കെ കൊണ്ടുവരുന്ന പോലെ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ വരുന്ന ഒരു വാനാണ് കേട്ടോ. അതിൽ ഫുള്ള് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിച്ചണിലേക്ക് വേണ്ടുന്ന കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒക്കെ കാണുമായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയുവാണെങ്കിൽ ഇന്നത് വേണമെന്നൊക്കെ പറയുവാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇങ്ങനൊരു വാൻ വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ കടയിൽ പോയി മേടിക്കുന്ന ഒഴിവാക്കാനും പറ്റും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി അടുത്ത ചൊവ്വാഴ്ച കാണാമെന്ന് പറഞ്ഞ് ഒരു ഹാപ്പി ക്രിസ്മസും ഒക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ കുക്ക് ചെയ്യാനൊന്നും തോന്നിയില്ല. ഒരു ടേക്ക് അവേ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളൊരു പിസ്സയും ചിപ്സും ഒക്കെ മേടിച്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.